ഇപ്പോൾ അർജന്റീന ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അർജന്റീന വേഴ്സസ് സ്പെയിൻ മാച്ചാണ് വരാൻ പോകുന്നത്. അപ്പോൾ അർജന്റീനയുടെ കഴിഞ്ഞ കളി പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറച്ച് പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇംഗ്ലണ്ടുമായിട്ടുള്ള കളി ഒട്ടും പ്രതീക്ഷയില്ല അർജന്റീന ഇത്രയ്ക്ക് കിടിലമായിട്ട് കളിച്ച് ജയിച്ചു വരുമെന്ന്. അതും ഇംഗ്ലണ്ടൊക്കെ വേറൊരു അതമ്പതിച്ചു പോയി ആ കളിയിൽ, മാച്ചിൽ ഇല്ലാതാക്കി കളഞ്ഞ അർജന്റീന, അങ്ങനെ പറയും, ഇല്ലാതാക്കി കളഞ്ഞ അർജന്റീനയാണ്. അപ്പോൾ നമ്മുടെ തോമസ് ട്യൂഷലിന്റെ തന്ത്രങ്ങളെല്ലാം പിഴച്ചു പോയി. പുള്ളിയുടെ ഓരോ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയി. കാരണം ഡിഫൻസിലേക്ക് കുറെ സബ്ബുകൾ ഇറക്കുന്നുണ്ടായിരുന്നു, 2 സബ് ഡിഫൻഡർമാരെ ഇറക്കി. അപ്പോൾ പുള്ളി ഡിഫൻഡ് ചെയ്ത് മാത്രം കളിക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു. അത് അർജന്റീന കറക്റ്റ് മുതലാക്കി. മെസ്സി ആണെങ്കിൽ അങ്ങ് ഇറക്കി മേയുവാണ്. പിള്ളേർ പിന്നെ ഒരുമിച്ചങ്ങ് കയറി, നമ്മുടെ കൂടെയുള്ള പ്ലേയേഴ്സ് എല്ലാം. അങ്ങനെയാണ് നമ്മുടെ 85-ാം മിനിറ്റിൽ നമ്മുടെ എൻസോ ഫെർണാണ്ടസിന്റെ ലോങ് റേഞ്ച് മെസ്സി അവിടെ നിന്ന് പാസ് നൽകുന്നു. പെനാൽറ്റി ബോക്സിന്റെ വെളിയിൽ നിന്ന് നല്ലൊരു കിട്ടൽ ഷോട്ട്. പിക്ഫോർഡിന് അത് സേവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നല്ലൊരു പവറിലുള്ള ഷോട്ടാണ് വരുന്നത്, ലോങ് റേഞ്ച്. പിന്നെ നമ്മുടെ 93-ാം മിനിറ്റിലാണെന്ന് തോന്നുന്നു നമ്മുടെ ലൗത്താരോ മാർട്ടിനസിന്റെ ഹെഡർ, അതും മെസ്സിയുടെ പാസ്, അതും കിടിലൻ ഗോൾ. അങ്ങനെ ഇംഗ്ലണ്ട് ഇല്ലാതാകുകയാണ് അർജന്റീനയ്ക്ക് മുമ്പിൽ. ഒന്നും പറയാനില്ല. ഇംഗ്ലണ്ടിന്റെ ഒരു നല്ലൊരു സീസൺ ആകായിരുന്നു, പക്ഷെ സെമിയിൽ അവന്മാർ കൊണ്ട് കളഞ്ഞു. ഫൈനലിലെത്തായിരുന്നു, റിവെഞ്ച് ചെയ്യായിരുന്നു അർജന്റീനയ്ക്ക്. ഇപ്പൊ അർജന്റീന വീണ്ടും ജയിച്ചിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. ആ കളിയിൽ വിവാദം ഒന്നുമില്ല. കാരണം എല്ലാവരുടെയും വിമർശകരുടെ എല്ലാം വായടച്ച് കളഞ്ഞു ഗൈസ്. മെസ്സി അങ്ങനെ വീണ്ടും ഫൈനലിൽ എത്തിയിരിക്കുന്നു. 3ാമത്തെ ഫൈനലിൽ തുടർച്ചയായിട്ട് 2ാമത്തെ ഫൈനലിൽ എത്തിയിരിക്കുന്നു. ഇതും കൂടെ മെസ്സി വേൾഡ് കപ്പ്, അർജന്റീന ഈ വേൾഡ് കപ്പും കൂടെ നേടുവാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. അമേസിങ് പെർഫോമൻസ്. അത്രയും വലിയ സീൻ ടീമാന്ന് പറയാം. ടീമിന്റെ ആ ഒരു നാഷണൽ ടീം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഡെഡിക്കേഷൻ ഉണ്ട് ആ പ്ലേയേഴ്സിന്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ കളിക്കുന്നത്. വേറെ ഒരു പ്ലേയേഴ്സ് ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് കളിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ ഉണ്ട്, കാപ്പർദയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇത്ര പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ അത്ര എത്താനുള്ള ഇതില്ല. പക്ഷെ അർജന്റീന എന്ന് പറയുമ്പോൾ അവർക്ക് പ്ലേയേഴ്സ് ഉണ്ട്. ആ പ്ലേയേഴ്സ് മതി അവർക്ക് എന്തും നേടാൻ. അപ്പം അതുപോലത്തെ മെന്റാലിറ്റിയാണ്. പിന്നെ അവരുടെ കോച്ച് ലേണാസ് സ്കാലോണി, പുള്ളി ഓരോ തന്ത്രങ്ങളും ഓരോ സബ്ബും ഓരോ നീക്കങ്ങളും പുള്ളിയുടെ ടാക്ടിക്സ് അതേപടി വർക്കൗട്ടായെന്നാണ് വേണം പറയാം. 3-4 കളിയിൽ ഇതേപോലെ തന്നെയാണ് തുടർച്ചയായിട്ട് പുള്ളിയുടെ തന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം വർക്കൗട്ട് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ മെസ്സി മാൻ ഓഫ് ദ മാച്ചായി, 2 അസിസ്റ്റ്. ആ തിരിച്ചുവരയിൽ മെസ്സിക്ക് ഉള്ള പങ്കാണ് ഏറ്റവും വലുത്. മെസ്സി അങ്ങ് അടിച്ചു കയറാൻ തുടങ്ങി, അപ്പോഴാണ് പിള്ളേരെല്ലാം സ്ട്രോങ് ആയത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ അങ്ങ് ആ താളത്തിനൊത്ത് തുഴഞ്ഞു കയറി. അമേസിങ് മാച്ച്. അങ്ങനെ ഇംഗ്ലണ്ട്, ഹാരി കെയ്ൻ ആണെങ്കിൽ അത്ര പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഇവർ ഡിഫൻസിലേക്ക് പോയില്ലേ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇംഗ്ലണ്ടിന്റെ കാര്യം പരിതാപകരമായി പോയി. കയ്യിൽ കിട്ടിയ ഒരു വിജയം 85 മിനിറ്റ് വരെ അവർ മുന്നിൽ നിന്നിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് കയ്യിൽ നിന്നെല്ലാം അവന്മാർ കൊണ്ട് കളഞ്ഞു. ഒന്നും പറയാനില്ല. ഇവരുടെ തന്ത്രങ്ങളിലുള്ള ടാക്ടിക്സിലുള്ള പിഴവുകൾ തന്നെയാണ് ഈ തോൽവിക്ക് ഇംഗ്ലണ്ട് ഭാഗത്തുനിന്ന് കാരണം. അർജന്റീന മെച്ചമായിട്ട് കളിച്ചു, നല്ല ബെസ്റ്റ് പെർഫോമൻസ്, ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് അർജന്റീനയുടെ. പക്ഷെ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അവരുടെ ടാക്ടിക്സ് പിഴച്ചു, എല്ലാം തെറ്റി. അങ്ങനെ തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ് ഇംഗ്ലണ്ട്. 2-1 വേൾഡ് കപ്പ് ഫൈനലിൽ നമ്മുടെ അർജന്റീന വീണ്ടും എത്തിയിരിക്കുന്നു. അപ്പോൾ ഫൈനൽ നമുക്ക് കാണാം, അർജന്റീന വേഴ്സസ് സ്പെയിൻ മാച്ച് ഗൈസ്. അപ്പോൾ ബൈ.